ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് റിയാക്റ്റിലോ അല്ലെങ്കിൽ HTML-നകത്തോ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യുക, റാൻഡം കളർ ജനറേറ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് HTML വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് വീണ്ടും പിന്നെ എന്ത് ചെയ്യുക, റിയാക്റ്റിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറേറ്റ് മീ കളർ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഓരോ തവണയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സെപ്പറേറ്റ് കളേഴ്സ് റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ ഫസ്റ്റ് മുതൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ജസ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ഒരു index.html വേണം, അതുപോലെ തന്നെ style.css വേണം. ഓക്കെ, അപ്പോൾ ഈ 3 ഫയൽസ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഷിഫ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എക്സ്ക്ലമേഷൻ മാർക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ ഒരു ബേസിക് ടെംപ്ലേറ്റ് കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഈ ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്യാണ്, കോഡ് കോഡേഴ്സ് എന്ന് കൊടുത്ത്. ഇനി നമുക്ക് ബോഡിൻ്റെ അകത്താണ് കൊടുക്കാനുള്ളത്. ബോഡിൻ്റെ അകത്ത് നമുക്ക് അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ടൈറ്റിലിന് താഴെയായിട്ട് ലിങ്ക് ചെയ്യണം, ഈ സ്റ്റൈലൊന്ന് ലിങ്ക് ചെയ്യാം. നമുക്ക് ലിങ്ക് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുക. hrefനകത്ത് ലിങ്ക് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ എസ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ വരും. style.css ഞാൻ ഇവിടെ കൊടുത്ത്. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് ഡിവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ ഇത് ഓൾറെഡി പോയിട്ടുണ്ടാവും ഇവിടുന്ന്, നമുക്ക് ജസ്റ്റ് നോക്കാം. അത് ഓൾറെഡി അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി ഡിവ് ഡോട്ട് നമുക്ക് ഏതാണോ ക്ലാസ് നെയിം, കാർഡ് എന്ന് പറയുന്നൊരു ക്ലാസ് നെയിമാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കാർഡ് എന്ന് പറയുന്നൊരു ക്ലാസ് ക്രിയേറ്റ് ആയിട്ട് വരും. ഡിവ് ഡോട്ട് കാർഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അടുത്തത് വരുന്നത് നമുക്ക് വേറൊരു ഡിവ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഡിവ് ഡോട്ട് കാർഡ് ടൈറ്റിൽ, കാർഡിന് എന്ത് ചെയ്യുക, ഒരു ടൈറ്റിൽ കൊടുക്കുക. അപ്പം കാർഡ് മൈനസ് ടൈറ്റിൽ. ഓക്കെ, ഇപ്പോൾ ഞാനിത് എൻ്റർ അടിച്ച്. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ഡിവ് കൂടി കാർഡിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കാനൊരു ഡിവ്. ഇനി നെക്സ്റ്റ് നമുക്ക് കളർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിവ് വേണം, ഡിവ് ഡോട്ട്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ഇത് 2 സൈഡിലോട്ടായിട്ട് മാറ്റാം. ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഇത് ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നില്ലേ ഏകദേശം. ഓക്കെ, ഈ ഒരു രീതിയിലോട്ട് വെക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല ഡിവ്, അപ്പോൾ ആ ഡിവ് ഡോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഡിവ് ഡോട്ട് നമുക്കിനി കളർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് കൂടി കൊടുക്കാം. കളർ ഡിസ്പ്ലേ, എൻ്റർ അടിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, ഇനി ഇതിൻ്റെ കളറിൻ്റെ ഒരു ബോക്സ്, ഒരു ചെറിയൊരു ബോക്സിനകത്ത് നമുക്ക് ആ ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന കളറിൻ്റെ വേണമെങ്കിൽ ചെറിയൊരു ഡിവ് കൂടി കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഡിവ് ഡോട്ട് കളർ ബോക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക്, കളർ ബോക്സ്. ഓക്കെ, ഇപ്പം ഇത് ഇതിൻ്റെ ക്ലാസ് നെയിമാണ്. ഇനി ഇതിന് നമുക്ക് ഒരു ID കൂടി കൊടുക്കാം. ID കളർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. ഇവിടെ ഞാൻ B ക്യാപ്സ് ആണ് കൊടുക്കുന്നത്, കളർ ബോക്സ് എന്ന് പറഞ്ഞു കൊടുത്ത്. ഇതിനകത്ത് നമുക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഡിവ് മാത്രമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു H2 ടാഗിനകത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെ H2 ടാഗിന് ഒരു ID കൊടുക്കാം, നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മളത് കാണിക്കുന്നുണ്ടാവുക, H2 ടാഗ്. ഇനി ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, റാൻഡം നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, റാൻഡം കളർ ജനറേറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലേ, റാൻഡം കളർ ജനറേറ്റർ. ഓക്കെ, ഇപ്പോൾ H2 ആയി. ഇപ്പോൾ നമ്മുടെ ഡിവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് ഇനി വേണ്ടത് നമുക്ക് എന്താണ്, ഈ ഒരു 2 ഡിവ്, ഈ 2 ഡിവിന് താഴെ എന്ത് ചെയ്യുക, അതായത് ടൈറ്റിലിനൊക്കെ താഴെയായിട്ട് നമുക്ക് പുതിയൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യുക, കാർഡിൻ്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഇവിടെ ഡിവ് ഡോട്ട് കാർഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി ഇവിടെ P ടാഗിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ അവിടെ കാണിച്ചിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ നെയിം മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഹേയ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതുപോലെ തന്നെ ഹേയ് ഐ എം ഫൈസു റഹ്മാൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെയിമൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ബോൾഡായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഞാൻ ഇതൊന്ന് റീലോഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോഴാണ് ഇത് ലൈവ് അപ്ഡേറ്റ് ആവുന്നില്ല, ജസ്റ്റ് ഓക്കെ ഇതൊന്ന് റീലോഡ് ചെയ്തിട്ടുണ്ട്. ഹേയ് ഐ എം. ഇനി ഞാനിവിടെ സ്ട്രോങ് എന്ന് പറയുന്ന സ്ട്രോങ് ടാഗ് യൂസ് ചെയ്യാണ്. സ്ട്രോങ് ടാഗ് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഫൈസു റഹ്മാൻ.
ഓക്കെ, ഇതുപോലെ ബോൾഡായിട്ട് കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ താഴെയുള്ള ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല, ഇപ്പം ജസ്റ്റ് ഇത്രയും കാര്യങ്ങളെ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് എന്താണ്, ഈ ഒരു ഡിവിന് താഴെ അടുത്ത കാർഡിൻ്റെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ബട്ടണൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് div ഡോട്ട് കാർഡ് ആക്ഷൻസ് എന്ന് പറഞ്ഞു കൊടുക്കാം. കാർഡ് ആക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവും കൊടുത്ത് ഇതിനകത്താണ് നമുക്ക് ബട്ടൺ വരുന്നത്. ഇവിടെ നമുക്ക് ബട്ടൺ പറഞ്ഞ ടാഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ബട്ടണകത്ത് നമുക്ക് ID കൊടുക്കാം. ID എന്താണ്, റാൻഡം എന്ന് പറഞ്ഞു കൊടുക്കാം. റാൻഡം എന്ന് പറയുന്നൊരു ID കൊടുത്ത് ഇനി ഇതിനകത്ത് ഞാൻ നേരത്തെ അവിടെ നമ്മൾ കൊടുത്തിരുന്ന രീതിയിൽ തന്നെ ജനറേറ്റ് മീ എ കളർ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടത്, ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ നമ്മുടെ HTML-നകത്ത് ഇത്രയാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്ക്രിപ്റ്റ് ഫയൽ കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്താൽ മതി, script.js. അപ്പോൾ ഇതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, HTML ഫയലുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിന് ഡിവിന് നേരെ താഴെ ബോഡിന് തൊട്ട് മുകളിലായിട്ട് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, SRC അതായത് അതിൻ്റെ സോഴ്സ് കറക്റ്റ് പാത്ത് എങ്ങനെയാണ് അത് കൊടുക്കണം. നമ്മൾ script.js ആ ഒരു ഫയലിന് പാത്ത് നമ്മൾ കൊടുത്ത് ഇപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രിപ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. അതിനുശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുക, സ്റ്റൈലും കാര്യങ്ങളും പഠിക്കേണ്ടവർക്ക് എന്ത് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈലും കാര്യങ്ങളും കൊടുക്കുക. ഇവിടെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് document ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ആണ്, ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് എന്താണ്, റാൻഡം എന്ന് പറയുന്ന ID ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പം അതിൽ ഡോട്ട് ആഡ് ഇവൻ ലിസണർ യൂസ് ചെയ്യാണ്. ഇപ്പോൾ ആഡ് ഇവൻ ലിസണർ യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ക്ലിക്ക് വരികയാണെങ്കിൽ ക്ലിക്ക് ഇവൻ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കാം. ഇവിടെ ഒരു ഫംഗ്ഷൻ കൊടുത്ത് ഓക്കെ, ഈ ഒരു ഫംഗ്ഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനകത്താണ് നമ്മൾ ഇനി കോഡ് എഴുതാനായിട്ട് പോകുന്നത്. കോൺസ്റ്റ് റാൻഡം കളർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, റാൻഡം കളർ. ഓക്കെ, റാൻഡം കളർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ജസ്റ്റ് കൊടുത്തു. ഇവിടെ ഫസ്റ്റ് ഞാനൊരു സ്ട്രിങ്ങിനകത്ത് ഹാഷ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ RGB കളറായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്യാണ്, അതായത് ആഡ് ചെയ്യണ സ്ട്രിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. മാത്ത് ഡോട്ട് ഫ്ലോറിനകത്ത് മാത്ത് ഡോട്ട് റാൻഡം, അതായത് ഒരു റാൻഡം നമ്പർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. മാത്ത് ഡോട്ട് റാൻഡം കൊടുത്ത് ഇനി നെക്സ്റ്റ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്ന നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ അതായത് ഒരു 24 ബിറ്റ് ഉള്ള, ഇപ്പം നമ്മൾ RGB കളറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇത് പോസിബിളായിട്ട് ഒരുപാട് കളേഴ്സ് ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം റെഡ്, ഗ്രീന്, ബ്ലൂവും 3ഉം കൂട്ടി ചേർത്തുകൊണ്ട് ഒരുപാട് കളേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഇത്രയും വലിയൊരു നമ്പറാണ്, 16,777,215 എന്ന് പറഞ്ഞിട്ട്. അതായത് 256 × 256 × 256 ഇത്രയാണ് അത് വരുന്നത്. ഓക്കെ, അപ്പം ഇനി ഡോട്ട് ടു സ്ട്രിങ്ങിലോട്ട് മാറ്റാം, ടു സ്ട്രിങ് എന്ന് പറഞ്ഞ് കൊടുത്ത് ഇതിനകത്ത് ഞാൻ 16 എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇത് 16 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഇനി ഇതിനെ നമ്മൾ സ്ട്രിങ്ങിലോട്ട് മാറ്റാം, അതായത് ഒരു ഹെക്സാഡെസിമലിലോട്ട് മാറ്റാനായിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പം നമുക്ക് ഇത് കൊടുത്തു. ഇപ്പോൾ ഒരു റാൻഡം കളർ ജനറേറ്റ് ചെയ്യാനുള്ളതായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, റാൻഡം കളർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലോട്ട് വെക്കണം. ഇപ്പം നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഇത് ഒന്നും വരില്ല. അതിന് കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഡോക്യുമെൻറ്റ് ഡോട്ട് ബോഡിയിൽ എന്താ ചെയ്യുന്നത്, ബോഡി ഡോട്ട് സ്റ്റൈല്, ബോഡിൻ്റെ സ്റ്റൈല് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോവാം. സ്റ്റൈലിൽ എന്ത് സ്റ്റൈലാണ്, ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ ഉണ്ട്, ജസ്റ്റ് അത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറിലോട്ട് ജസ്റ്റ് അസൈൻ ചെയ്ത് വെച്ചാൽ മതി. ആ ഒരു റാൻഡം കളർ ജസ്റ്റ് ഒന്ന് അസൈൻ ചെയ്ത് വെച്ചാൽ മതി. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ തവണയും എന്ത് ചെയ്യുന്നുണ്ട്, വേറെ കളേഴ്സ് മാറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, നമ്മുടെ ബോക്സിനകത്ത് എന്ത് ചെയ്യണം, അടുത്ത ആ ഒരു ടെക്സ്റ്റ് ഒക്കെ കാണിക്കണ്ടേ, ടെക്സ്റ്റിൻ്റെ കണ്ടന്റ് കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID യൂസ് ചെയ്യാം.
ഓക്കെ, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. ഇതിനകത്ത് നമ്മൾ നമ്പർ എന്ന് പറയുന്ന ഐഡിയ ആണ് എടുക്കുന്നത്. ഓക്കെ, നമ്പർ എന്ന് പറയുന്ന ഐഡിയ എടുത്ത് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് കണ്ടന്റ് ആണ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റ് കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം, റാൻഡം കളറിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സെയിം ടെക്സ്റ്റ് കണ്ടന്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഐ ഡിയിലോട്ട് അത് വെച്ച് റാൻഡം ടെക്സ്റ്റ് കളർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഹെഡിങ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഹെഡിങ് റീലോഡായി. ഇപ്പോൾ റാൻഡം കളർ ജനറേറ്റർ എന്നുള്ളത് മാറിയിട്ട് എന്ത് ചെയ്തു, അവിടെ അത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ജനറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് കിട്ടുന്ന ഏത് കളറാണോ ആ കളറിൻ്റെ ആ ഒരു കോഡ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്, ആ ഒരു കളർ ബോക്സും കൂടി കൊടുക്കാം. നമുക്ക് ഒരു ചെറിയ കളർ ബോക്സ് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡിനെ യൂസ് ചെയ്യാം. ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡിയിൽ കളർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. കളർ ബോക്സ്. ഓക്കെ, കളർ ബോക്സ് എടുത്ത് ഇതിന് ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്റ്റൈലാണ്, ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് ആ ഒരു റാൻഡം കളർ തന്നെ, സെയിം കളർ തന്നെ അസൈൻ ചെയ്തിട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ആ ഒരു ബോക്സ് വന്നിട്ടില്ല. അപ്പം ജസ്റ്റ് അതിന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽസും കാര്യങ്ങളും കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. അപ്പം സ്റ്റൈൽ ഡോട്ട് CSS ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ബോഡിക്ക് സ്റ്റൈൽ ചെയ്യാം. ബോഡിനകത്ത് ഇതിൻ്റെ ഫോൺ ഫാമിലി ഒന്ന് ചേഞ്ച് ചെയ്യാം. ഫോൺ ഫാമിലി ഏരിയൽ കൊടുക്കാം. ഓക്കെ, ഏരിയൽ ജസ്റ്റ് കോമ കൊടുക്കാം. നമുക്ക് സാൻസ് സെരിഫ് കൊടുക്കാം. ഹെൽവിക്ക സാൻസ് സെരിഫ്. ഓക്കെ, ജസ്റ്റ് ഇത് കൊടുക്കാം നമുക്കിപ്പോൾ. ഇത് ഓൾറെഡി അതിനകത്തുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ കൊടുക്കുക, ഒരു ആഷ്. അതായത് ഇപ്പോൾ ബോഡീൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒരു E2. ഓക്കെ, ഈ ഒരു കളർ കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുക്കാം. ഡിസ്പ്ലേ ഫ്ലക്സ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ജസ്റ്റിഫൈ കണ്ടന്റ്. ഇതിൻ്റെ കണ്ടന്റ്സ് ഒക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, സെൻറ്ററിലോട്ട് മാറ്റാം. ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫ്ലക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ കണ്ടന്റ്സിനൊക്കെ സെൻറ്ററിലോട്ട് മാറ്റി. ഇനി വരുന്നത് ഇതിൻ്റെ ഐറ്റംസ് ഒക്കെ കറക്റ്റ് സെൻറ്ററിലോട്ട് നിൽക്കുന്ന രീതിയിൽ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുത്ത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അലൈൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ സെൻറ്ററിലോട്ട് കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഹൈറ്റ് എത്രയാണ്, ഒരു 100 VH കൊടുക്കാം. 100 VH. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മാർജിൻ നമുക്ക് 0 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോഡിക്കകത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് കാർഡിന് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, കാർഡിന് സ്റ്റൈൽ ചെയ്യാൻ പോണേ. കാർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഒരു വൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം. #FF എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോറി, ബാക്ക്ഗ്രൗണ്ട് കളർ #FF. ഓക്കെ, ഇപ്പോൾ അതിന് കാർഡിനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് ഇനി ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ബോർഡർ റേഡിയസ് കൊടുക്കാം. ബോർഡർ റേഡിയസ് നമുക്ക് ഒരു 8px കൊടുക്കാം. ഓക്കെ, ഒരു 8px കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ കുറച്ച് ഇവിടെ ഇത് മാറിയത് കണ്ടില്ലേ, ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ. ഓക്കെ, അത് കൊടുത്ത് ബോർഡർ റേഡിയസ് കൊടുത്ത് ഇനി ബോക്സിന് ഷാഡോ കൊടുക്കാം. നമുക്ക് ബോക്സ് ഷാഡോ എത്ര കൊടുക്കുക, 0. 4px. നെക്സ്റ്റ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ നോക്കുക ഏതൊക്കെ ചേഞ്ചസ് ആണ് അവിടെ വരുന്നതെന്ന്. 6px കൊടുത്ത് നെക്സ്റ്റ് അടുത്ത്. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ RGB ഒന്ന് ചേഞ്ച് ചെയ്യാം. RGB നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകണം. ഇപ്പം ഇത് ഇങ്ങനെയാണ്, റെഡ്, ഗ്രീന്, ബ്ലൂ, അത് കഴിഞ്ഞിട്ട് ആൽഫ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. റെഡും ഗ്രീനും ബ്ലൂവും ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ 0 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് കൊടുക്കുകയാണ്. 0, അതുപോലെ തന്നെ 0. ടോട്ടൽ 4 വാല്യൂസ് അതിനകത്ത് വരുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ.
അപ്പം നാലാമത്തെ നമുക്ക് എന്ത് ചെയ്യാം 0.1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന്. ഓക്കെ, ഇനി എൻഡിൽ എൻ്റർ അടിക്കുക, ബോക്സ് ആഡ് ഓൺ കൊടുത്ത് ഇനി പാഡിങ് കൊടുക്കാം. ഇതിനകത്ത് പാഡിങ് നമ്മൾ എത്രയാണ്, ഒരു 20px പാഡിങ് കൊടുക്കാം. 20px പാഡിങ് കൊടുത്തപ്പോൾ ഇത് ഒന്നുകൂടി സെറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇതിനകത്ത് നമുക്ക് വിഡ്ത്ത് കൊടുക്കാം. ഇതിനകത്ത് വിഡ്ത്ത് എത്രയാണ്, ഒരു 300px കൊടുക്കാം. 300px വിഡ്ത്ത് കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ടെക്സ്റ്റ് ഇതിൻ്റെ അലൈൻ ചെയ്യാം, സെൻറ്ററിലോട്ട് മാറ്റാം. ടെക്സ്റ്റ് അലൈൻ സെൻറ്ററിലോട്ട് മാറ്റി. ഓക്കെ, ഇപ്പം ആ ഒരു ഹേയ് ഐ ആം ഫൈസർ റഹ്മാൻ എന്നുള്ള ടെക്സ്റ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ടെക്സ്റ്റും ഒരു സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്, ഐറ്റംസ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ടൈറ്റിലിൻ്റെ കാർഡിൻ്റെ ടൈറ്റിൽ അലൈൻ ചെയ്യാം. അപ്പം ഡോട്ട് കാർഡ് ടൈറ്റിൽ, ഡോട്ട് കാർഡ് ഒരു മൈനസ് ഇട്ടിട്ട് ടൈറ്റിൽ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിനെ സ്റ്റൈൽ ചെയ്യുക. ഇതിന് സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർജിൻ ബോട്ടം നമുക്ക് ഒരു 20px കൊടുക്കാം. ഓക്കെ, മാർജിൻ ബോട്ടം 20px കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് കളറിൻ്റെ ആ ഒരു ഡിസ്പ്ലേ, കളറിൻ്റെ ഡിസ്പ്ലേ എന്ത് ചെയ്യുക, ഏതാണ് കൊടുക്കുക നമുക്ക്, ഡോട്ട് കളർ ഡിസ്പ്ലേ. ഓക്കെ, കളർ ഡിസ്പ്ലേക്ക് സ്റ്റൈൽ ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഡിസ്പ്ലേ എന്ത് ചെയ്യുക, ഫ്ലെക്സ് കൊടുക്കാം. ഫസ്റ്റ് ഡിസ്പ്ലേ ഫ്ലെക്സ്, അതുപോലെ തന്നെ അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുക്കാം. അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുക്കാം. അലൈൻ ഐറ്റം സെൻറ്റർ, അതുപോലെ തന്നെ അലൈൻ ഐറ്റം സെൻറ്റർ കൊടുത്ത് ഇനി ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ കൊടുക്കാം. ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കിതിന് ഒരു ഗ്യാപ്പ് ഒരു 10px കൊടുക്കാം. ഓക്കെ, ഗ്യാപ്പ് 10px. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് ആ ഒരു കളറിൻ്റെ ഡിസ്പ്ലേക്ക് ഇത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഡിവ് ഏതിനാണ് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി. കളർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കളർ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഡിവ്. ഓക്കെ, ഈ ഒരു ഡിവിനകത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഡിവിനാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റൈൽ ചെയ്യാനായിട്ട് പോകുന്നത് കളറിൻ്റെ ബോക്സിന്. ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു, അപ്പം അതിന് നമുക്ക് കളർ കൊടുത്തിട്ട് ആ ഒരു ബോക്സിനെ പുറത്തോട്ട് കൊണ്ടുവരാം. കളർ ബോക്സിന് വിഡ്ത്ത് ഒരു 30px കൊടുക്കാം. വിഡ്ത്ത് 30px. ഓക്കെ, വിഡ്ത്ത് ഒരു അപ്പം ഇവിടെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ കളറിന് ബാക്കി കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. ഒരു ഹൈറ്റും അതുപോലെ തന്നെ 30px കൊടുക്കാം. ഹൈറ്റ് 30px കൊടുത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു ബോർഡർ കൊടുക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് കാണുള്ളൂ. ഇപ്പം നമുക്കത് കാണുന്നില്ല. ഇതിന് ബോർഡർ കൊടുക്കണേ. നമുക്കൊരു 1px സോളിഡ് ബ്ലാക്കോ അല്ലെങ്കിൽ ഹാഷ് എന്ത് ചെയ്യുക, #cc. ഓക്കെ, ഇപ്പം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബോർഡറും കൊടുത്തു. ഇനി ബോർഡറിൻ്റെ റേഡിയസ് കൊടുക്കുക. ബോർഡർ റേഡിയസ് നമുക്കൊരു 4px കൊടുക്കാം. ഓക്കെ, ഇപ്പം അത് കറക്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു കളറിൻ്റെ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കറക്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് കാർഡിൻ്റെ ടെക്സ്റ്റ് ആ ഒരു പി ടാഗിന് ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഇവിടെ കാർഡ് ടെക്സ്റ്റ് ഡോട്ട് കൊടുക്കണം. ഡോട്ട് കാർഡ് ടെക്സ്റ്റ്. ഇവിടെ ജസ്റ്റ് സ്പേസ് കൊടുത്തിട്ട് പി ടാഗ് കൊടുക്കുക. അതുപോലെ ടാഗ് കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഡോട്ട് ഒന്നും ഇടണ്ട, അവിടെ ജസ്റ്റ് ഒന്ന് സ്പേസ് കൊടുത്താൽ മതി. ഇനി ഇവിടെ ഫോണ്ട് സൈസ് കൊടുക്കാം. ഫോണ്ട് സൈസ് നമുക്ക് എത്ര കൊടുക്കാം, ഒരു 1 rem എന്ന് കൊടുക്കാം. ഇതൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഒരുപാട് ലെങ്തി ആവും. rem കൊടുക്കാം. ഇനി നെക്സ്റ്റ് കളർ നമുക്ക് എത്ര കൊടുക്കാം, ഒരു #555. ഓക്കെ, ഫോണ്ട് ആ ഒരു പി ടാഗിന് കൊടുത്തിട്ടുണ്ട്. ഇനി പി ടാഗിൻ്റെ ലൈൻ ഹൈറ്റ് കൂടി ഒന്ന് 1.6 കൊടുക്കുക. ലൈൻ ഹൈറ്റ് ഒരു 1.6 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കാർഡിൻ്റെ ടെക്സ്റ്റിനും പി ടാഗിനും നമ്മൾ കൊടുത്ത് കാർഡ് ടെക്സ്റ്റിൻ്റെ തന്നെ ഇനി ആ ഒരു സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് ഫൈസർ ആ ഒരു നെയിം കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതിന് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു അതിനാണ് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ ഒരു സ്ട്രോങ്ങിന് കൂടി ഒന്ന് കൊടുക്കാം. ഡോട്ട് കാർഡ് ടെക്സ്റ്റ്
ഇവിടെ നിന്ന് എടുത്താലും മതി. ഇനി സ്ട്രോങ് എന്ന് പറഞ്ഞു കൊടുക്കാം. സ്ട്രോങ്ങിന് കൊടുക്കാം സ്റ്റൈല്. സ്ട്രോങ്ങിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. കളറ് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു #6200EA എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പം ഇതൊരു ബ്ലൂ ആ ഒരു രീതിയിലുള്ള കളറായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കളർ കൊടുത്ത് ഇനി നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ഓക്കെ, ഇനി അതിൻ്റെ ഫോണ്ടിൻ്റെ വെയിറ്റും കൂടി ഒന്ന് ബോൾഡ് ആക്കിയിട്ട് കൊടുക്കാം. ഫോണ്ട് വെയിറ്റ്. ഓക്കെ, ഫോണ്ട് വെയിറ്റ് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്ട്രോങ്ങിന് എന്ത് ചെയ്തു, കളർ കൊടുത്ത് സ്റ്റൈൽ കൊടുത്ത്. ഇനി നമുക്ക് കൊടുക്കാനുള്ള ആ ഒരു കാർഡിൻ്റെ ആക്ഷൻസ് ഉണ്ട്. അതായത് ബട്ടണ് ഒന്ന് സ്റ്റൈൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഡോട്ട് കാർഡ് ആക്ഷൻസിന് കൊടുത്ത് ആക്ഷൻസിന് എന്താ ചെയ്യേണ്ടത്? ആക്ഷൻസിൻ്റെ ആ ഒരു ബട്ടണ് സ്റ്റൈൽ കൊടുക്കേണ്ടത്. ആക്ഷൻസിൻ്റെ ബട്ടണ് സ്റ്റൈൽ കൊടുക്കുക. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ആദ്യം മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എത്ര കൊടുക്കാം? നേരത്തെ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ബ്ലൂ കളർ ഇത് തന്നെ കൊടുത്ത് ഓക്കെ EA എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് എൻ്റർ അടിക്കുക. ഇനി ഇതിൻ്റെ നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇത് കളർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ ഒരു ടെക്സ്റ്റിനായിരിക്കും അത് വരുന്നുണ്ടാവുക. ഒരു #FF എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആയിട്ടുള്ള കളർ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇനി നെക്സ്റ്റ് എന്താ കൊടുക്കുന്നത്? ബോർഡർ വേണ്ട നമുക്ക്. ബോർഡർ അപ്പം നമുക്ക് നൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ബോർഡർ അതിൻ്റെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കൊടുക്കുന്നത്? ഇനി പാഡിങ് കൊടുക്കാം. പാഡിങ് 10px അതുപോലെ തന്നെ 20px എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഒരു ബട്ടണ് കറക്റ്റായിട്ട് അലൈൻ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് പാഡിങ് കൊടുത്ത് ഇനി ഒരു ഇതിനും ബോർഡർ റേഡിയസും കൂടി കൊടുക്കാം. ഓക്കെ, ബോർഡർ റേഡിയസ് നമുക്ക് എത്ര കൊടുക്കാം? ബോർഡർ റേഡിയസ് ഇവിടെ ഒരു 4px മതി. ഓക്കെ, ഒരു 4px കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബോർഡർ ചേഞ്ച് ആയത് കണ്ടില്ലേ നിങ്ങൾ? നേരത്തെ നമ്മൾ ആ ഒരു ബോക്സിൻ്റെ കൊടുത്ത അതുപോലെ തന്നെ. ഇനി ഇതിന് നമുക്ക് മൗസ് കൊടുക്കുന്ന ടൈപ്പിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കഴ്സർ കൊടുക്കാം. കഴ്സർ എന്താ കൊടുക്കുന്നത്? കഴ്സർ പോയിൻ്റർ ആക്കിയിട്ട് കൊടുക്കണം. അതായത് ഇവിടെ നമ്മൾ മൗസ് കൊടുക്കുന്ന ടൈമിൽ ആ ഒരു രീതിയിൽ വരണം. ഓക്കെ, ഇവിടെ മൗസ് വരുന്ന ടൈമിൽ ഇപ്പോൾ കണ്ടോ പോയിൻ്ററായി വന്ന് ജസ്റ്റ് ആ ഒരു കൈയിൻ്റെ ചിഹ്നം വന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് കഴ്സർ കൊടുത്ത് ഇനി ഫോണ്ട് സൈസ് നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് സൈസ് എത്ര കൊടുക്കുക? ഒരു 1 REM കൊടുക്കാം. 1 REM കൊടുത്ത് ഇപ്പോൾ ഒന്നുകൂടി ഇത് വന്നിട്ടുണ്ട്. ഫോണ്ട് സൈസ് കൂട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കാർഡ് ആക്ഷൻസിൻ്റെ ബട്ടൺ ഹോവർ ചെയ്യുന്ന ടൈമിലും കൂടി ഒരു ചെറിയ സ്റ്റൈൽ കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞ് ഇനി കാർഡ് ആക്ഷൻസ് ബട്ടൺ കൊടുത്ത് ബട്ടൺ എന്ത് ചെയ്യുക? ഇവിടെ ഒരു കോളൻ ഇട്ടിട്ട് ഹോവർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, എത്ര സിമ്പിളായിട്ട് തന്നെ സ്റ്റൈലിങ് പഠിക്കാം നിങ്ങൾക്ക്. ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാൻ ഫസ്റ്റ് ഇതിന് കളർ നമുക്ക് കൊടുക്കാം. ഏതാ കൊടുക്കുക? 3700B3. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇത് സജഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളർ തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഇനി റീലോഡ് ചെയ്ത് ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഓരോ തവണ ജനറേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു ചെറിയ ബോക്സിനകത്തുകൂടി ആ ഒരു കളർ വരണം. ഓക്കെ, ഞാൻ ജസ്റ്റ് കൊടുക്കുന്ന ടൈമിലാണ്ടോ സെയിം കളർ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ജനറേറ്റ് മീ എ കളർ. ഓക്കെ, ഇപ്പോൾ ഓരോ കളറും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കൊടുത്തിട്ട് ഫസ്റ്റ് കാണിച്ചു തന്ന ടൈമിൽ ഒരുപാട് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനത് ജസ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഓരോ തവണയും നമ്മളത് കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈമിലോ എവിടെയെങ്കിലും ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റാൻഡമായിട്ട് കളർ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് വേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.